ഹായ് സുഹൃത്തുക്കളെ, ISRO VSSC ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ പുതിയ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്, അതായത് ജൂൺ 4 മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. അപ്പൊ ഈ വർഷത്തെ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്കാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയമനങ്ങൾ വരിക. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്, ഡിപ്ലോമയ്ക്കും അതിന് മുകളിലോട്ടും ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റിലേക്ക് പോകാം. ഏതൊക്കെ കാറ്റഗറികളിലാണ്, ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് വേക്കൻസികൾ ഉള്ളത്, അതുപോലെ തന്നെ എന്താണ് ഏജ് ലിമിറ്റ് തുടങ്ങിയ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് പല ബ്രാഞ്ചുകളിലേക്ക്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബ്രാഞ്ചുകളിലേക്കൊക്കെ ഒഴിവ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മെക്കാനിക്കലും ഇലക്ട്രോണിക്സിലുമാണ്. ആദ്യത്തത് കാറ്റഗറി കോഡ് 1545 മെക്കാനിക്കലാണ്. മെക്കാനിക്കലിലേക്ക് 26 വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. 26 വേക്കൻസീസ് ആർ ദെയർ ഇൻ ദ മെക്കാനിക്കൽ ബ്രാഞ്ച്. അപ്പോൾ അൺറിസർവ്ഡ് 16 അൺറിസർവ്ഡ് കാറ്റഗറി ഉണ്ട്. OBC 5, SC 2, EWS 3 എന്നുള്ളതും OBC, SC എല്ലാം നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ റിസർവേഷൻ കാറ്റഗറികളാണ്. അപ്പോൾ അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിൽ 16 ഒഴിവുകളുണ്ട്. അപ്പൊ ടോട്ടൽ 26 ഒഴിവുകളാണ്. VSSC ആണ് സെന്റർ എന്നുള്ളത് ഓർക്കുക, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉള്ളവർക്ക്, 3 ഇയർ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് മുകളിൽ ബിടെക് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് മെക്കാനിക്കലിലോ പ്രൊഡക്ഷനിലോ ബിടെക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ പറഞ്ഞതുപോലെ 26 വേക്കൻസിയിൽ ഒരു വേക്കൻസി PWD കാറ്റഗറിയിൽ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന് വേണ്ടിയിട്ട് I+ ഇന്റൻസീവ് ആയിട്ടുള്ള ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. I+ന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ കോഴ്സിൽ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻറോൾ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ലിങ്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇത് എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ബ്രാഞ്ചാണ് വിളിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ്. 27 വേക്കൻസികൾ, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത് ഇലക്ട്രോണിക്സ് വിങ്ങിനാണ്. 27 വേക്കൻസികളാണ് ഇലക്ട്രോണിക്സിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ അൺറിസർവ്ഡ് 14, OBC 9, SC 1, ST 1, EWS 2. എന്താണ് ക്വാളിഫിക്കേഷൻ? ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഇത്രയും യോഗ്യതയുള്ള, ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മുകളിലെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഓർക്കുക, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണം. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഈ 18 തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. 4 വേക്കൻസികളാണ്, 4 വേക്കൻസീസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് തെലങ്കാനയിലെ സെക്കന്ദരാബാദിലുള്ള സ്ഥാപനത്തിലേക്കും ADRIയിലേക്കും കമ്പ്യൂട്ടർ സയൻസിന് വേക്കൻസി ഉണ്ട്. 8 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അൺറിസർവ്ഡ്, EWS സ്പ്ലിറ്റ് അപ്പ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, IT എന്നിവയിലുള്ള ഡിപ്ലോമയാണ് അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. കെമിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് 6 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് 1 വേക്കൻസിയാണ് ഓട്ടോമൊബൈൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യോഗ്യത വേണ്ടത്. ദെൻ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക്, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് സിവിലും വിളിച്ചിട്ടുണ്ട്. വേക്കൻസി കുറവാണ്, 1 വേക്കൻസി ആണ് ഉള്ളത്. VSSCയില് ADRIയിൽ 1 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് AC അതിലേക്കും വേക്കൻസി ഉണ്ട്. 1 വേക്കൻസി ആണ് ഉള്ളത്. OBC ആണ് 1 വേക്കൻസി കൊടുത്തിട്ടുള്ളത്. റെഫ്രിജറേഷൻ ആൻഡ് ACയിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സയന്റിഫിക് അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോ ടെക്നിക്കൽ വിങ്ങുകളിൽ ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ടാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സയന്റിഫിക് അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ട്. ഫിസിക്സുകാർക്ക് VSSCയിൽ 1 വേക്കൻസി, അത് അൺറിസർവ്ഡ് ആണ്. ADRIയിൽ 3 വേക്കൻസിയും അവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലുള്ള ഡിഗ്രി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് കെമിസ്ട്രിയിൽ ആകെ 1 വേക്കൻസി ആണുള്ളത്, അൺറിസർവ്ഡ് ആണ്. VSSCയിലാണ്. കെമിസ്ട്രിയിലുള്ള ഡിഗ്രി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ജൂൺ 4
തീയതി മുതൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള വേരിയസ് ക്വാളിഫിക്കേഷൻ, ഇതിനൊപ്പം തന്നെ ലൈബ്രറി അസിസ്റ്റന്റും വിളിച്ചിട്ടുണ്ട്. അത് ലൈബ്രറി സയൻസിലുള്ള മാസ്റ്റേഴ്സ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. VSSCയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. www.vssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓൺലൈനിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ വിൻഡോ 4th ജൂൺ, ഇന്ന് മുതൽ 4 തീയതി, ജൂൺ 4 മുതൽ 18 തീയതി വരെ, ആകെ 18 വരെ, ഇത്രയും ദിവസങ്ങളെ കിട്ടുള്ളൂ. എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ 5 മണി വരെ, 18 തീയതി വൈകിട്ട് 5 മണി വരെ മാത്രമാണ് നമുക്കിതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആപ്ലിക്കേഷൻ ഫീ ശ്രദ്ധിക്കുക, 750 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ SC ST അത്തരം റിസർവേഷൻ ഉള്ള ആളുകളാണെങ്കിലും ഈ 750 രൂപയെ നിങ്ങൾക്ക് പിന്നീട് റീഫണ്ട് കിട്ടും. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 500 രൂപ, 500 റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. അതായത് ഇൻ എഫക്റ്റ് 250 രൂപ ജനറൽ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. നിങ്ങൾ ആ പരീക്ഷ എഴുതുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ വിൻഡോ ശ്രദ്ധിക്കുക. ദെൻ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരെയുള്ളവർക്ക്, 18 മുതൽ 35 വയസ്സ് വരെ, 35 ഇയേഴ്സ് ഓഫ് ഏജ്, അതാണ് മാക്സിമം ഏജ് ലിമിറ്റ് ആസ് ഓഫ് 18/6/2025. അതായത് ജൂൺ 18-ന് 35 വയസ്സ് കഴിയരുത് എന്നുള്ളതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് ജനറൽ കാറ്റഗറിക്കാണ്. റിസർവേഷൻ SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക, 78,000 രൂപയാണ് ഗ്രോസ് സാലറി സ്കെയിലായിട്ട് പെർ മന്ത് വരുന്നത്. അപ്പൊ നല്ലൊരു മികച്ച സാലറി സ്കെയിൽ ഉള്ള ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. പക്ഷേ അത് യൂഷ്വലി ഒരു പെർമനന്റ് പോസ്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 ഘട്ടമാണ്. ഒന്ന് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. റിട്ടൺ ടെസ്റ്റിന്റെ മാർക്ക് അനുസരിച്ചാണ് റാങ്ക് തീരുമാനിക്കപ്പെടുക. 80 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, 1 മാർക്ക് per question. Then 90 മിനിറ്റ്, 1.5 മണിക്കൂറാണ് പരീക്ഷയുടെ സമയം വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.33 നെഗറ്റീവ് മാർക്സും ഉണ്ട് ഓരോ ചോദ്യത്തിനും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ദെൻ ഇതിനകത്ത് ഒരു കട്ട് ഓഫ് അവർ വെക്കും. ഒരു മിനിമം മാർക്കൊക്കെ പറയുന്നുണ്ട് വിവിധ കാറ്റഗറികളിൽ, പക്ഷേ അത് യൂഷ്വലി അതിനേക്കാളും മുകളിൽ കട്ട് ഓഫ് പോകാറുണ്ട്. അപ്പോൾ സ്കിൽ ടെസ്റ്റ്, രണ്ടാമത്തെ റിട്ടൺ ടെസ്റ്റ് പാസ്സാവുന്ന ആളുകളെ 1:5 എന്നുള്ള റേഷ്യോയിൽ, ആകെ വേക്കൻസിയുടെ 1:5 എന്നുള്ള റേഷ്യോയിൽ സ്കിൽ ടെസ്റ്റിന് വിളിക്കും. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് നിങ്ങൾ ഏത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്, ഇപ്പൊ മെക്കാനിക്കൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ സ്കിൽ ടെസ്റ്റ് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് ആകെയുള്ള 100 മാർക്കിൽ 50 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ പാസ്സാവും. 50 മാർക്ക് വാങ്ങിച്ചാൽ പാസ്സാവും. 50-ന് മുകളിൽ 51 100 അതൊന്നും വാങ്ങിക്കണമെന്നില്ല. 50 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ പാസ്സാവും. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 40 മാർക്ക് വാങ്ങിച്ചാൽ മതി. ആ മാർക്ക് എന്തിനെടുക്കില്ല, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് ആ മാർക്ക് കൺസിഡർ ചെയ്യില്ല. ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. നമുക്ക് റിട്ടൺ ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. സ്കിൽ ടെസ്റ്റ് അതിന് ശേഷം നമുക്ക് നോക്കാവുന്ന സംഗതിയേ ഉള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതിന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് ISRO ടെക്നിക്കൽ അസിസ്റ്റന്റ്, VSSC ടെക്നിക്കൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഇതിന് പഠിക്കുക. പ്രത്യേകിച്ചും ടെക്നിക്കൽ TSC പോലെയുള്ള, ഇപ്പോൾ കേരള PSCയിലെ വിവിധ ടെക്നിക്കൽ പരീക്ഷകൾ, ഇപ്പോൾ മെക്കാനിക്കലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള പരീക്ഷകളാകട്ടെ, അതുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് ഈ ഒരു പഠനവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ ഡിസ്കഷനൊക്കെ ഓൾറെഡി ചാനലിലുണ്ട്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് അതിനുള്ളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കോറായിട്ട് മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോറായിട്ടുള്ള സബ്ജക്ട്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കേണ്ടത്. അതിനൊപ്പം തന്നെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡും കുറച്ച് മാത്തമാറ്റിക്സും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.